നിങ്ങളൊരു അക്കൗണ്ടന്റ് ആണോ? അല്ലെങ്കിൽ നിങ്ങളൊരു അക്കൗണ്ടന്റ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ഇക്കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഇന്ന് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് 5 പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, പക്ഷേ ഈ കാര്യങ്ങൾ എന്താണ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ടാലി സോഫ്റ്റ്വെയറിലെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾ ടാലി സോഫ്റ്റ്വെയറാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമളനാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആദ്യമായി അക്കൗണ്ടന്റ് ജോലിക്ക് പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ ടെക്സ്റ്റൈൽ അക്കൗണ്ടിങ്, സൂപ്പർ മാർക്കറ്റ് അക്കൗണ്ടിങ്, ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഒരു പ്രധാന കാര്യം, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇമെയിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ ഇമെയിൽ ID എന്ന് പറയുന്നത് syamalanarayanan@yahoo.in ആണ്. ഞാൻ ID ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പം നമുക്ക് ഒട്ടും താമസിയാതെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. നിങ്ങൾ ആദ്യമായി ജോലിക്ക് ഒരു ഓഫീസിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് എന്തിൻ്റെ ബിസിനസ്സാണ് ചെയ്യുന്നത്. കാരണം പലതരത്തിലുള്ള ഫേമുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന ഫേം എന്തിൻ്റെ ഫേമാണെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ദിവസം നിങ്ങൾ ജോലിക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഫയലുകളൊക്കെ നിങ്ങൾ ഒന്ന് പരിശോധിക്കണം. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ ചാടി കയറി അങ്ങോട്ട് ജോലിയിൽ കയറേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ അവിടെ എന്താണ് നടക്കുന്നത്, അവിടെ എന്തെല്ലാം ഫയൽസുകളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരാളുണ്ടായിരിക്കും, അയാൾ നിങ്ങൾക്ക് ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ അയാളോട് ചോദിക്കണം ഇവിടെ എന്തെല്ലാമാണ്, ഏതിലൊക്കെയാണ് ഫയലുകൾ കീപ്പ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ ഓരോ ഫയലുകൾ എടുത്തിട്ട്, അപ്പോൾ ഏതൊക്കെ ഫയലുകളായിരിക്കും കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക, ഇതിൻ്റെ എല്ലാം രജിസ്റ്ററുകൾ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് പർച്ചേസ് രജിസ്റ്റർ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ സെയിൽസിൻ്റെ രജിസ്റ്റർ ഉണ്ടായിരിക്കും, കോൺട്രയുടെ രജിസ്റ്റർ, ബാങ്കിങ്ങിന് വേണ്ടിയിട്ട് വേറൊരു ഫയൽ ഉണ്ടായിരിക്കും. ഇതെല്ലാം മാനുവലി അവിടെ ഒരു ഫയലിൽ ഈ ബില്ലുകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളതെല്ലാം ഓരോന്നും എടുത്ത് നോക്കുക. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് നടക്കണത്, ഓരോ ബില്ലുകളിലും എന്തെല്ലാം കാര്യങ്ങളാണ് വന്നിരിക്കണത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അയാളോട് അടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണം. ഈ 5 കാര്യങ്ങളിൽ പറഞ്ഞതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാഷ് ബാലൻസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ ബിസിനസ്സിലെ റെക്കോർഡ് പ്രകാരമുള്ള ക്യാഷും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഡ്രോയിൽ ഇരിക്കുന്ന ക്യാഷും ഈക്വൽ ആണോ എന്നുള്ളതാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ജോലിക്ക് കയറുന്നതിന് മുമ്പ്, ജോലി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് ചെക്ക് ചെയ്തിരിക്കണം. കാരണം അതുവരെ മുന്നത്തെ ആളാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മാനേജ്മെൻറ്റിനെ അറിയിക്കണോ, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാനാണ് നമ്മൾ അത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്യാഷ് ബാലൻസ് ചെക്ക് ചെയ്യുക എന്നുള്ളത് അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടേക്കാണ് പോകേണ്ടത്, ഇവിടെ മുകളിൽ ഗോ ടൂലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഗോ ടു ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടെടുക്കാം. ഗോ ടു ക്ലിക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ക്യാഷ് ഓർ ബാങ്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ബാലൻസുകൾ ഇവിടെ കാണിക്കും. അപ്പോൾ ക്യാഷിൻ്റെ ബാലൻസുകൾ ഇവിടെ കാണുന്നുണ്ട്. ക്യാഷ് എന്താണ്, ഒരു അസറ്റാണ്. അസറ്റിന് എപ്പോഴും എന്ത് ബാലൻസേ ഉണ്ടായിരിക്കുള്ളൂ, ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ എന്താണ് ഇവിടെ ക്യാഷിന് എന്താണ്, ഡെബിറ്റ് ബാലൻസ് ആണുള്ളത്. അതേപോലെ തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഇവിടെ ഇപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ അണ്ടറിൽ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ക്യാഷും വരുന്നുണ്ട്, രണ്ടാമത്തെ എന്താണ് പെറ്റി ക്യാഷും വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ഫേമുകളിലും ഇതുണ്ടായിരിക്കും, ഈ പെറ്റി ക്യാഷ് ഉണ്ടായിരിക്കും. എന്താണ് പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ചെറിയ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെറ്റി ക്യാഷ് ഉപയോഗിക്കുക. അപ്പോൾ മെയിൻ ക്യാഷിൽ നിന്ന് പെറ്റി ക്യാഷിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇവിടെ ഇപ്പോൾ എന്താണ് എപ്പോഴും എന്താണ് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അന്നത്തെ ക്ലോസിംഗ് ബാലൻസും ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ക്യാഷും ഈക്വൽ ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഞാളെ മുതൽക്ക് നിങ്ങളാണ് ആ ഡ്യൂട്ടി ഏറ്റെടുക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് മാനേജ്മെൻറ്റിനെ നിങ്ങൾ എന്താണ് ബോധ്യപ്പെടുത്തണം. അതാണ് ഒന്നാമത്തുള്ള കാര്യം എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ ഈ ക്യാഷ് ചെക്ക് ചെയ്ത പോലെ തന്നെ എന്താണ് ബാങ്കും നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ബാങ്കിൻ്റെ ബാലൻസ് നോക്കണം.
അപ്പോൾ ബാങ്കിൻ്റെ ബാലൻസ് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റീകൺസിലിയേഷനൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബാങ്ക് കാരണം എന്താ വെച്ചാൽ നമുക്ക് ബാങ്കിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും വെച്ചിട്ട് നമ്മൾ ഒത്തു നോക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുവരെ അവിടെ റീകൺസിലിയേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ബാലൻസും ഇതും തമ്മിൽ ഈക്വൽ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരവിടെ നോട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതും അയാളോട് ചോദിച്ചിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ സാധാരണ എല്ലാ ഫേമുകളിലും അപ്പോൾ നിങ്ങൾ ഈ റീകൺസിലിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാസമോ 2 ആഴ്ചയ്ക്കോ ഒന്നും പോകേണ്ട കാര്യമില്ല. ഡെയിലി റീകൺസിലിയേഷൻ ചെയ്ത് കറക്റ്റായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി ഭാരം ഒരുപാട് കുറയ്ക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കാണ്. ഒരു ഫേമിനെ സംബന്ധിച്ച സ്റ്റോക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം സ്റ്റോക്ക് എല്ലാം കറക്റ്റായിട്ടാണോ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഒരു ഫേമിനെ സംബന്ധിച്ച് സ്റ്റോക്ക് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പലതരത്തിലുള്ള ബിസിനസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. ചിലതാണെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് കൺസേൺ ആയിരിക്കും. അപ്പോൾ പ്രധാനമായും 3 തരത്തിലുള്ള ബിസിനസ്സുകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ട്രേഡിംഗ് കൺസേൺ ആണ്, രണ്ടാമത്താണെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് കൺസേൺ ആണ്, മൂന്നാമത്തെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് സർവീസ് ആണ്. അപ്പോൾ ട്രേഡിംഗ് കൺസേണിലാണെങ്കിൽ എന്താണ് അവിടെ എന്താണ് ഫിനിഷ്ഡ് ഗുഡ്സ് വാങ്ങിക്കുന്നു, ഫിനിഷ്ഡ് ഗുഡ്സ് വിൽക്കുന്നു. മാനുഫാക്ചറിങ് കൺസേണിലാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നു, വിൽക്കുന്നത് എന്താണ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. സർവീസ് കൺസേൺ ആണെങ്കിൽ അവിടെ എന്താണ് സർവീസിനാണ് പ്രാധാന്യം. അപ്പോൾ ഈ 3 ടൈപ്പ് ബിസിനസ്സിനെ കുറിച്ചിട്ടും ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റോക്ക് ചെക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഗേറ്റ് ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത്. ഗേറ്റ് ഓഫ് ടാലി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും സ്റ്റോക്ക് സമ്മറി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോക്ക് സമ്മറി എടുത്തു നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഫേമിലുള്ള എല്ലാ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കും. അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ റേറ്റ്, അതിൻ്റെ എമൗണ്ട് എല്ലാം ഇവിടെ കാണിക്കും. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ബാലൻസുകളൊന്നും ഇല്ലല്ലോ എന്നുള്ളതാണ്. അതായത് ഒരു ഐറ്റത്തിനും ഒരിക്കലും നെഗറ്റീവ് ബാലൻസുകൾ ഉണ്ടാവാൻ പാടില്ല. നെഗറ്റീവ് ബാലൻസ് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 5 എണ്ണം എന്നുണ്ടെങ്കിൽ നമുക്ക് 7 എണ്ണം സെയിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളുടെ മിസ്റ്റേക്ക് കൊണ്ട് ചിലപ്പോൾ നമുക്ക് തെറ്റിയിട്ട് ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇതാക്കണം. ഇനി നെഗറ്റീവ് ബാലൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളാണ് ഇതെല്ലാം ചെയ്യണത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളാണ് ചെയ്തതെന്നുള്ളതായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതുവരെയുള്ള ഭാഗങ്ങളെല്ലാം ക്ലിയർ ആണ് എന്നുള്ളത് നമ്മൾ മാനേജ്മെൻറ്റിനെ നമ്മളെ ബോധ്യപ്പെടുത്തണം. 4th പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സും ഡെറ്റേഴ്സും ഇതേപോലെ നോക്കണം. അതായത് അക്കൗണ്ട്സ് റിസീവബിളും അക്കൗണ്ട് പേയബിളും നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് റിസീവബിളും അക്കൗണ്ട് പേയബിളും ഒക്കെ റീകൺസിലിയേഷൻ ചെയ്ത് കറക്റ്റ് ചെയ്യണം. അതായത് കിട്ടാനുള്ള എമൗണ്ടും അതേപോലെ തന്നെ കൊടുക്കാനുള്ള എമൗണ്ടും. അപ്പോൾ അത് എവിടെയാണ് നമുക്ക് കാണുക, ഔട്ട്സ്റ്റാൻഡിങ് റിപ്പോർട്ട് എവിടെയാണ് കാണുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ മുകളിൽ ഗോ ടുവിലേക്ക് പോയി ഗോ ടു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബിൽ പേയബിൾ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പം ഇവിടെ ബിൽ പേയബിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ആൾക്കാരെ കൊടുക്കാനുള്ള ബാലൻസുകളെല്ലാം ഇവിടെ കാണാൻ പറ്റും. പെൻഡിങ് എമൗണ്ട്, ഡ്യൂ ഓൺ, അതേപോലെ തന്നെ ഓവർ ഡ്യൂ ഡേയ്സ് പറഞ്ഞിട്ട് ഇവിടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് ബില്ല് വെച്ചിട്ട് ഇതെല്ലാം ചെക്ക് ചെയ്യണം. കാരണം ബില്ലിലുള്ള എമൗണ്ടുകൾ തന്നെയാണോ ഇവിടെ വന്നിരിക്കുന്നത് എല്ലാതും. അപ്പോൾ പർച്ചേസ് ചെയ്തതുണ്ടായിരിക്കും. ഓരോ ആൾക്കാരുടെയും ഡീറ്റെയിൽസ് ആയിട്ട് കാണണമെങ്കിൽ ഇപ്പോൾ സൂര്യയുടെ ഡീറ്റെയിൽസ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സൂര്യയുടെ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ സൂര്യയ്ക്കുള്ള പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും, എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് രാജിൻ്റെ ആണെന്നുണ്ടെങ്കിൽ രാജിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ രാജിനെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് രാജിനെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ഉണ്ടായിരിക്കും. ആ ഫയലിൽ ഇവരുടെ എല്ലാം ബില്ലുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഓരോ ബില്ലുകളും വെച്ച് നിങ്ങൾ ഇതെല്ലാം ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയങ്ങളോ എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതെന്താണ് മാനേജ്മെൻറ്റിനെ അറിയിക്കണം. ചിലപ്പോൾ എന്താ വെച്ചാൽ ഒരു പാർട്ടിക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എമൗണ്ട് ഒക്കെ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ അഡ്വാൻസ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനേജ്മെൻറ്റിനെ അത് അറിയിക്കണം. അപ്പോൾ അതേപോലെ തന്നെ ഇതും റീകൺസിലിയേഷൻ ചെയ്യും വേണം. അക്കൗണ്ട് പേയബിൾ അക്കൗണ്ട്സ് റിസീവബിൾ ആയിട്ട് റീകൺസിലിയേഷൻ ചെയ്യണം. കാരണം അവരുടെ അടുത്തു നിന്നുള്ള ബില്ലുകൾ ഇപ്പോൾ അക്കൗണ്ട് പേയബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ സെയിൽസ് ബില്ലുകൾ വെച്ചിട്ടാണ് നമ്മൾ റീകൺസിലിയേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെയ്തിരിക്കണം. രണ്ടും റീകൺസിലിയേഷൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യുക, ഒരു ക്രോസ് വെരിഫിക്കേഷൻ നടത്തി എല്ലാം കറക്റ്റ് ആണെന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുത്തണം. 5th പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
കാരണം നിങ്ങളിപ്പോൾ ആ സ്ഥാപനത്തിൽ ഫസ്റ്റ് ദിവസം ചെന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ അതുവരെയുള്ള ഡാറ്റകളുടെ എല്ലാം ഒരു ബാക്കപ്പ് എടുത്തു വെക്കണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എന്തിനാണ് നമ്മൾ ബാക്കപ്പ് എടുക്കുന്നത്? നമ്മൾ ചെയ്തിട്ടുള്ള ഡാറ്റകളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ഡാറ്റകളുടെയൊക്കെ ഒരു കോപ്പി നമ്മൾ എടുത്തു വെക്കുകയാണ് ചെയ്യണത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മളാണ് ചെയ്യണത്. അപ്പം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റില്ല എവിടെയാണ് ആ മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതുവരെ നിങ്ങൾ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഇത്രയും ചെയ്തിട്ടുള്ള ഡാറ്റകളുടെ ഒരു ബാക്കപ്പ് എടുത്തു വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഡാറ്റയും ഈ ഡാറ്റയുമായിട്ട് നിങ്ങൾക്ക് ക്രോസ് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ബാക്കപ്പ് എടുക്കുക? ബാക്കപ്പ് എടുക്കാൻ നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ ബാക്കപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ബാക്കപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഡാറ്റയിലേക്കാണ് പോകേണ്ടത്. ഇവിടെയാണ് നമ്മൾ ബാക്കപ്പ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ബാക്കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏതാണ് ഫോൾഡർ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ഈ ബാക്കപ്പ് എടുക്കുന്നത്? ഇപ്പോൾ ബാക്കപ്പ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസമോ, സാധാരണ നമ്മൾ ബാക്കപ്പ് എടുത്തു വെക്കുക, നമ്മൾ ഡെയിലി ബാക്കപ്പ് എടുത്തു വെക്കണം. അപ്പോൾ സാധാരണ എന്തിനാണ് നമ്മൾ ഈ ബാക്കപ്പ് എടുത്തു വെക്കുക? നമ്മുടെ കയ്യിലുള്ള ഡാറ്റ എന്തെങ്കിലും കാരണവശാൽ മിസ്സായി പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാക്കപ്പ് എടുത്തിട്ട് വെക്കണത്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്തിരിക്കണം. ഓരോ ദിവസവും നിങ്ങൾ പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ബാക്കപ്പ് എടുത്തു വെക്കണം. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ക്യാഷ് നിങ്ങൾ ഡെയിലി പോകുന്നതിന് മുമ്പ് നിങ്ങൾ മാച്ച് ചെയ്യണം. എങ്ങനെയാണ് മാച്ച് ചെയ്യുക? നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷും സിസ്റ്റത്തിലെ ക്യാഷുമായിട്ട് മാച്ച് ചെയ്തിട്ട് പോകണം. അതേപോലെ തന്നെ ബാങ്ക് നമ്മൾ ഡെയിലി തന്നെ ബാങ്കിൽ നിന്ന് പാസ്ബുക്ക് വാങ്ങിച്ചിട്ട് റീകൺസിലേഷൻ ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് വെക്കണം. മൂന്നാമത്തെ കാര്യം സ്റ്റോക്ക് നെഗറ്റീവ് സ്റ്റോക്കൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. നാലാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അക്കൗണ്ട്സ് റിസീവബിളും അതേപോലെ തന്നെ അക്കൗണ്ട്സ് പേയബിളും കറക്റ്റ് അല്ലേ എന്നുള്ളത് നോക്കണം. അതിൽ നമുക്ക് നെഗറ്റീവ് ബാലൻസുകളൊന്നും കിടക്കുന്നില്ലല്ലോ, പാർട്ടികളുടെ ബാലൻസുകളെല്ലാം കറക്റ്റ് അല്ലേ, ഇങ്ങനെയുള്ള അവരുടെ ഫയലുകൾ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് എടുക്കണം. അഞ്ചാമത്തെ പോയിന്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാക്കപ്പും അതേപോലെ തന്നെ റീസ്റ്റോറും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഗേറ്റ് ഓഫ് ടാലിയിൽ വെച്ചിട്ട് പി അടിച്ചു കഴിഞ്ഞാൽ നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകും. നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് Alt F1 അടിച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുക? ഇവിടെ ഗേറ്റ് ഓഫ് ടാലിയിൽ തന്നെ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. പി അടിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കിട്ടും. ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് Alt F1 അടിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് നോക്കണം. ഇവിടെ നമ്മൾക്ക് പർച്ചേസ് വന്നിട്ടുണ്ട്, സെയിൽസ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ആ വർഷത്തെ പ്രോഫിറ്റ് എത്രയാണ് വന്നിരിക്കുന്നത്, നെറ്റ് പ്രോഫിറ്റ് ഇവിടെ വന്നിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് ക്ലോസ് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നെഗറ്റീവ് ബാലൻസുകളൊന്നും ഇല്ലല്ലോ. അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ചിലപ്പോൾ നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ ചിലപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് കിടക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു എമൗണ്ടിലുള്ള മിസ്റ്റേക്ക് കാരണമായിരിക്കും അങ്ങനെ ഉണ്ടായിരിക്കുക. അപ്പോൾ അതെല്ലാം കറക്റ്റ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് പിന്നെ എടുക്കേണ്ടത്? ബാലൻസ് ഷീറ്റ്. എന്തിനാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണത്? ഒരു ബിസിനസ്സിന്റെ ആസ്തികളുടെയും ബാധ്യതകളുടെയും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അത് നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ ഇടതുഭാഗത്തെ ലയബിലിറ്റിയാണ്, വലതുഭാഗത്ത് അസറ്റ്സിന്റെ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്തെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.